പാലക്കാട് തോറ്റുപോയ വിജയരാഘവൻ അദ്ദേഹം പഴയ സംസ്ഥാന സെക്രട്ടറിയും കൂടിയാണ്. ആക്ടിംഗ് എന്നൊക്കെ പറയാമെങ്കിലും കോടിയേരിക്ക് ശേഷം പാർട്ടിയെ വലിയ വളർച്ചയിലേക്കൊക്കെ നയിച്ച സഖാവാണ് വിജയരാഘവൻ. അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം തോറ്റത് കൊണ്ടാകണമെന്നില്ല. അദ്ദേഹം പറഞ്ഞു CPM കേരളത്തിലിപ്പോൾ പൂതലിച്ച അവസ്ഥയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പല സഖാക്കൾക്കും ഈ വിജയരാഘവൻ സഖാവ് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ പൂതലിച്ച എന്ന് പറഞ്ഞാൽ അതെ അതെന്താണെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ ഈ ഗംഭീരമായ വളർച്ചയിലാണ് പാർട്ടി എന്നാണോ വിജയരാഘവൻ ഉദ്ദേശിച്ചത്? അല്ല, പൂതലിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആഞ്ഞിലി മരം ഉണ്ടല്ലോ, അതെ, ആഞ്ഞിലി മരത്തിൻ്റെ ആഞ്ഞിലി മരത്തിന് കാതലുണ്ട് വെള്ളയുണ്ട്. ആ വെള്ള ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം തന്നെ നുറുങ്ങി ഇങ്ങനെ പോകും. അങ്ങനെ നുറുങ്ങി ഇത് പോകുന്നതിനാണ് പൂതലിച്ചു പോയി എന്ന് പറയുന്നത്. ചെതലല്ല, അത് സ്വയം തകർന്ന് പോകുന്നതാണ്. അതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് പിതിർന്ന് വീണു പോകും. അപ്പോൾ ഈ വിഷം ഉള്ളിലുണ്ടായിരുന്നു എന്നർത്ഥം. അതെ. അത് ആന്തരികമായ സംഘർഷം കൊണ്ട് അല്ലെങ്കിൽ ആന്തരികമായ കാരണങ്ങൾ കൊണ്ട് ഒരു സാധനം നശിച്ചു പോകുന്നതിനെയാണ് ഈ പൂതലിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധാരാളം മനനം ചെയ്തിട്ട് കണ്ടുപിടിച്ചൊരു പ്രയോഗമാണ്. അല്ല, വിജയരാഘവൻ ചെറിയ കക്ഷിയല്ലല്ലോ. അദ്ദേഹം SFIയുടെ സംസ്ഥാന നേതാവായിരുന്നു, DYFIയുടെ സംസ്ഥാന നേതാവായിരുന്നു, അഖിലേന്ത്യാ നേതാവായിരുന്നു. അദ്ദേഹം പലവട്ടം ഇത് പല സ്ഥലത്തു നിന്നും ജയിച്ചു പോയി MP ആയിട്ടുണ്ട് അല്ലേ? പിന്നെ പലവട്ടം നല്ല ചെറുപ്പത്തിൽ. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ പാർട്ടിയുടെ ഇതുള്ളതാണ്. പിന്നെ നന്നായിട്ട് മലപ്പുറത്ത് നിന്ന് വന്ന് നന്നായിട്ട് ജോലി ചെയ്ത് വന്നിട്ടുള്ള ഒരു പാർട്ടി കേഡർ സഖാവാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അദ്ദേഹത്തെ പലരും വിലയിരുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഈ പ്രകടനം കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിലയിരുത്തുക. അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രകടനം ദയനീയമാണ്. പക്ഷേ വിജയരാഘവൻ അങ്ങനത്തെ ഒരാളല്ല. വളരെ ഗൗരവപൂർവ്വം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രകടനം പൂതലിച്ചു എന്നല്ലല്ലോ അദ്ദേഹം പറഞ്ഞത്. ഇല്ല, പാർട്ടിയുടെയാണ്. അല്ല, അങ്ങനെയല്ല. വിജയരാഘവനെ കുറിച്ച് ഇപ്പോൾ ആളുകൾ വിലയിരുത്തുന്ന സമയത്ത് ഡോക്ടർ ബിന്ദുവിൻ്റെ പ്രവർത്തനവും കൂടി ആളുകൾ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതുപോലെയല്ല, കാര്യവിവരമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് പറയാനും കഴിവുള്ള ഒരാളാണ്. മാത്രവുമല്ല, അദ്ദേഹം നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണശേഷം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പാർട്ടിയെ നിയന്ത്രിച്ച് അതുകൊണ്ടാണോ അദ്ദേഹത്തിന് തുടരാൻ പറ്റാതെ പോയത്? അല്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു അഖിലേന്ത്യാ സെക്രട്ടറി പദവിയിലേക്ക് എന്ന നിലക്കല്ലേ അദ്ദേഹത്തെ കേന്ദ്രത്തിലേക്ക് വിട്ടിരിക്കുന്നത്, പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ട്. യെച്ചൂരിക്ക് എന്തായാലും കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ യെച്ചൂരിക്ക് ഇനി വലിയ ഇതില്ല, യെച്ചൂരിക്കില്ല, കരാട്ടിനില്ല. എനിക്ക് റിട്ടയർമെൻറ്റ് പ്രായവും ആയിട്ടുണ്ടെന്നാണ് ഒരു സഖാവൻ അതിൻ്റെ അടുത്തായി. അപ്പോൾ അവരൊന്നും ഈ അടുത്ത 25 പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ അവരൊന്നും കിട്ടില്ല. നമ്മൾ ചിലരെയൊക്കെ പറയില്ലേ, കർക്കിടകം കഴിഞ്ഞ് കിട്ടാൻ പ്രയാസമായിരിക്കും എന്ന് ചിലരെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ. അല്ല, അങ്ങനെ ഇപ്പോൾ രാധാകൃഷ്ണൻ പറയുകയാണെങ്കിൽ അദ്ദേഹം ദേശീയ സെക്രട്ടറി ആകാൻ പോവുകയാണെങ്കിൽ ദേശീയ തലത്തിൽ ഇത് നേരത്തെ തന്നെ പൂതലിച്ചതല്ലേ? ദേശീയ തലത്തിൽ നേരത്തെ പൂതലിച്ചാണ്, പക്ഷേ കേരളത്തിൽ അങ്ങനെ വന്നിരുന്നില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ത്രിപുരയിൽ പൂതലിച്ചു, ബംഗാളിൽ പൂതലിച്ചു, അത് സമ്മതിച്ചു. അവിടെ 2 സ്ഥലത്തുമൊക്കെ പോവുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ പൂതലിച്ചു എന്ന് പറയുമ്പോൾ എന്തൊരു അശ്ലീലം പറയുന്നൊരു ഫീലിംഗ് എനിക്ക്. അതെ, അല്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുരന്തം ആരംഭിക്കുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസുമായി സഖ്യം ചേരാൻ ഉണ്ടാക്കിയ സന്ദർഭത്തിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുരന്തം ആരംഭിച്ചു കഴിഞ്ഞു. കാരണം എന്ത് പറഞ്ഞാലും ശരിയാണ്, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വലിയ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു ചെറിയ പാർട്ടി എന്ന പരിഗണന മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളൂ. അപ്പോൾ കോൺഗ്രസിനെ ശക്തമായിട്ട് എതിർത്ത് ഇവിടെ തോൽപ്പിക്കേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമാണ്. കാരണം BJP അല്ല ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശത്രു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശത്രു കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ്. ആ UDFന് ആത്മാർത്ഥമായിട്ട് എതിർക്കാൻ ഏത് സഖാവിന് കഴിയും? അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കരുതായിരുന്നു എന്ന്, കോൺഗ്രസ് ശ്രദ്ധിക്കണമായിരുന്നു എന്ന്.
കാരണം എന്ന് വെച്ചാൽ ഇത് അവരുടെ ഒരു സഖ്യകക്ഷിക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസുമായിട്ടുള്ള സഖ്യം വന്നു കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ സീറ്റുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ ഈ നഷ്ടം കേരളത്തിലെ പാർട്ടിക്ക് സംഭവിക്കാനുള്ള കാരണക്കാരിൽ പ്രമുഖൻ ആരാണ്? പ്രമുഖൻ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ്. സീതാറാം യെച്ചൂരിയാണ് കോൺഗ്രസുമായിട്ടുള്ള ഐക്യം എന്ന് പറയുന്ന ഫോർമുല പാർട്ടിയെ കൊണ്ട് അംഗീകരിപ്പിച്ചത്. അത് ശരിയാ. ബംഗാളിലെ പാർട്ടിയെ കൊണ്ട് അദ്ദേഹത്തിന് തന്നെത്താനെ പറഞ്ഞ ആളുകൾ എടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് ബംഗാൾ ഘടകത്തെ കൊണ്ട് പറയിച്ചു. പക്ഷേ ബംഗാൾ ഘടകവും കോൺഗ്രസും തമ്മിൽ ഐക്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് എന്ത് സംഭവിച്ചു? രണ്ട് സഖ്യവും അവിടെ പൊളിഞ്ഞില്ലാതെയായി. ത്രിപുരയിലും അത് തന്നെ സംഭവിച്ചു, ഈ തെരഞ്ഞെടുപ്പിലും അത് തന്നെ സംഭവിച്ചു. ഇനിയിപ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാലും കെട്ടിവെച്ച കാശെന്നല്ല 4%, 5% വോട്ടിലേക്ക് ഇവരൊക്കെ ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അവിടെ BJP ഒരു പ്രതിപക്ഷ ശക്തിയായി ശക്തമായി വളർന്ന് വരികയും. ഇപ്പോൾ ഇത്തവണ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പി രാജീവിനെ പോലുള്ള ആളുകൾ ഒരു തിയറി പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. അതായത് ഈ കോൺഗ്രസുമായിട്ടുള്ള സഖ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ നമ്മൾ തോറ്റുപോയത് ഇതുപോലെ. കാരണം ആളുകൾക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്താൽ മതിയല്ലോ. മതി. പക്ഷേ ഇവിടുത്തെ അവലോകനത്തിൽ നമ്മുടെ MP ഗോവിന്ദനൊക്കെ പറഞ്ഞിരുന്നത് വേറെ പല കാരണങ്ങളുമാണ്. പെൻഷൻ കുടിശ്ശിക കൊടുത്തില്ല, ഇങ്ങനത്തെ പല കാരണങ്ങളുമൊക്കെ. മറ്റേ മുസ്ലിങ്ങൾ മുഴുവൻ മറ്റേ UDFന് കുത്തി, അങ്ങനെ കൺസോളിഡേഷൻ വന്നു. BJP അങ്ങനെ, അതായത് അവർ മുസ്ലിം മതപ്രകടനം നടത്തിയതൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ കാരണങ്ങളാണ് പറഞ്ഞത്. അല്ലാതെ കോൺഗ്രസുമായിട്ട് നമ്മൾ ദേശീയ തലത്തിൽ സഖ്യം ഉണ്ടാക്കിയതിലുള്ള ജനരോഷമാണ് ഇതിന് കാരണം എന്ന ആ രാജീവും കൂട്ടരെ അവതരിപ്പിക്കുന്ന തിയറി ഉണ്ടല്ലോ, അത് ഇവിടുത്തെ അവലോകനത്തിലില്ലല്ലോ. അല്ല, ഇവിടുത്തെ അവലോകനത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ അവലോകനത്തിൽ പണ്ട് മുതലേ എല്ലാ അവലോകനങ്ങളിലും ഇതൊരു വഴി വരാറുണ്ട്. കാരണം കോൺഗ്രസുമായിട്ടുള്ള ഐക്യം ജനങ്ങൾ വേണ്ടത്ര അംഗീകരിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്, വിസ്തരിച്ച് പറയാറില്ല. പിന്നെ ഭരണപരമായ പ്രശ്നങ്ങളാണ് രാമൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഏത്? പെൻഷൻ കൊടുക്കുന്നില്ല, അത് കൊടുക്കുന്നില്ല, ഇത് കൊടുക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഭരണപരമായ പ്രശ്നങ്ങളുണ്ട്. അതിൽ ആ പാർട്ടിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല, അത് കേന്ദ്രത്തിന്റെ കുഴപ്പമാണ്. അതെ, അത് സംബന്ധിച്ച്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അന്തർധാര സജീവമായിരുന്നു, പ്രതിഫലനം ഉണ്ടായിരുന്നു. ആ പ്രതിഫലനം ഉണ്ടായിരുന്നു, മറിയക്കുട്ടി ഇഫക്റ്റ് എന്ന് പറയും. അതെ, അതുണ്ടായിരുന്നു. ആ പ്രതിഫലനം ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച്. പക്ഷേ രാഷ്ട്രീയ കാരണം മറ്റതാണ്. നിങ്ങൾ കോൺഗ്രസിനെ എന്ത് പറഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ എതിർക്കും? മാർക്സിസ്റ്റ് പാർട്ടി എന്താണ് പറഞ്ഞത്? നിങ്ങൾ കോൺഗ്രസിനെ ഇവിടെ തോൽപ്പിച്ച് ഞങ്ങളെ വിജയിപ്പിക്കൂ. ആ സഖ്യത്തിൻ്റെ ഒരു ബാക്കി ഞാൻ പറയട്ടെ. ഇപ്പോൾ എനിക്ക് വല്ലാതെ തോന്നുന്നൊരു കാര്യം, നമ്മൾ ഈ ചാനലുകളിലെ മാപ്പറുകൾ മുഴുവൻ പഴയ SFIക്കാരും ഒക്കെ അല്ലേ. ഈ സഖ്യം കൊണ്ട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പച്ചക്കള്ളവും മണ്ടത്തരമൊക്കെ വിളിച്ചു പറയുമ്പോഴൊക്കെ ഇവർക്ക് വലിയ ആഹ്ലാദമായിപ്പോൾ. ഇപ്പോൾ ശരിക്കും യെച്ചൂരിയൊന്നും അല്ല ഇവരുടെ നേതാവ്, രാഹുൽ ഗാന്ധിയാണ്. അങ്ങനെ ആക്കിയെടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ തരുണത്തിൽ നമ്മുടെ ദൗത്യം, ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവർ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങളിവിടെ കോൺഗ്രസിനെ തോൽപ്പിച്ച് ഞങ്ങളെ വിജയിപ്പിക്കൂ. എന്തിന്? ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ട് കോൺഗ്രസിന് പിന്തുണ കൊടുക്കും. ഇതാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിലും നല്ലത് കോൺഗ്രസിനെ നേരിട്ട് ജയിപ്പിച്ചാൽ മതി. അതാണ് ജനങ്ങൾ ചെയ്തത്. സബ് കോൺട്രാക്റ്റിൻ്റെ കാര്യമില്ല, അതാണ് ജനങ്ങൾ ചെയ്തത്. ഈ കാര്യമാണ് രാജീവ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു രാഷ്ട്രീയ കാര്യം എന്നുള്ള രാഷ്ട്രീയപരമായിട്ട് അതിനൊരു യുക്തിയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഒപ്പം ഭരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. SFIയുടെ സംഭാവനയാണെങ്കിൽ ഇതേ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന ഒരാളാണ് A വിജയരാഘവൻ. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയുടെ ഈ അവലോകനം നടത്തിയിട്ട് ഈ അവലോകനം ശരിയല്ല എന്നും അവർ വിലയിരുത്തിയിരിക്കാം. കാരണം ചിലപ്പോൾ അവലോകനം നടത്തി കേന്ദ്ര കമ്മിറ്റി കേരളത്തിലെ പാർട്ടി മൊത്തം പൂതലിച്ചു എന്ന് കണ്ടെത്തിയിട്ടും ഉണ്ടാകാം. കേരളത്തിലെ പാർട്ടി മൊത്തം പൂതലിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ കണ്ടെത്തിയതിൻ്റെ റീസൺസിൽ ഒന്ന് ഈ കോൺഗ്രസ് സഖ്യമാണെന്നാണ് രാജീവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ്, അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടാകാം, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അങ്ങനെയെങ്കിൽ കാരണം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇപ്പൊ യെച്ചൂരി മേഖലാംഗങ്ങൾക്ക് വന്നിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട് അങ്ങേര്. കാരണം ഞങ്ങൾ ശരിക്കും കണ്ടെത്തി. അല്ല, കണ്ടെത്തിയ കാര്യം ഇതാണ്. കണ്ടെത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസുമായിട്ട് ഐക്യം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം, എന്തിന് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എന്തിനാണ്? ഞങ്ങൾ ഡൽഹിയിൽ പോയിട്ട് കോൺഗ്രസിന് പിന്തുണ കൊടുക്കും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളുടെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, TMC ഈ ഇന്ത്യ മുന്നണിയിലില്ല. കാരണം അവർ സ്വന്തം നിലയ്ക്ക് തന്നെ അവിടെ ഉള്ളതാണല്ലോ, അവർ സ്വന്തം നിലപാടുകളാണ് എടുക്കുന്നത്. DMK സ്വന്തം നിലപാട്, അവരും സ്വന്തം നിലപാടാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് CPM പിരിയുന്നു, ഇതല്ലേ അർത്ഥം? പിരിഞ്ഞില്ലെങ്കിൽ അവർക്ക് കേരളം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ പിരിഞ്ഞ് തുടങ്ങി എന്ന് പറയാമോ? പിരിഞ്ഞ് തുടങ്ങിയാൽ അവർക്ക് നല്ലത്, അല്ലെങ്കിൽ അവർക്ക് കേരളം എന്നേക്കുമായിട്ട് എഴുതി തള്ളേണ്ടി വരും അവർക്ക് കേരളം.